പ്രൊഫസർ റോണി കെ ബേബി, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇത് വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് എടുത്തു ചാടുന്ന ഒരു സമീപനമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംസ്ഥാനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പ്രതിപക്ഷത്തെ കൂടി ബോധ്യപ്പെടുത്തി, പ്രതിപക്ഷത്തെ കൂടി ഈ സമരത്തിൻ്റെ ധാരയിലേക്ക്, ഈ നിയമ പോരാട്ടത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു വട്ടം ചർച്ച നടന്നു. നിങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചു. അതിനു മുമ്പ് മുഖ്യമന്ത്രി 140 മണ്ഡലങ്ങളിലും ചെന്ന് നിന്ന് വളരെ കൃത്യമായി ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ മണ്ഡലത്തിലും ചെന്ന് നിന്ന് ജനങ്ങളോട് സംവദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെയും ഈ സംസ്ഥാന സർക്കാരിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം, ബി ജെ പി ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന പ്രവർത്തികൾക്കെല്ലാം കുടപിടിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് നോക്കൂ, സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ച ആവശ്യം വളരെ കൃത്യമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ നിങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നില്ലേ? നീലിമ, നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് സുപ്രീം കോടതി പറയാത്ത കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ അതിലേക്ക് വന്നുകൊള്ളാം. ഇവിടെ ആർട്ടിക്കിൾ 293 കാര്യം ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററെ ചൂണ്ടിക്കാണിച്ച് അതിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നു കേരളം സുപ്രീം കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച ആവശ്യം? അല്ല, എന്തായിരുന്നു കേരളത്തിന് വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചത്? അതായത് ഭരണഘടനയുടെ 246(3) വകുപ്പ് പ്രകാരം പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്, അത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് കേരള നിയമസഭ ഓൾറെഡി തന്നെ FRBM ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. 3.5% താഴെ ഞങ്ങൾ കൊണ്ടുവന്നുകൊള്ളാം, കേരളത്തിന്റെ കടം 3.5% താഴെ കൊണ്ടുവന്നുകൊള്ളാം. അപ്പോൾ കേരളം ഒരു നിയമം പാസ്സാക്കിയ സാഹചര്യത്തിൽ കേന്ദ്രം അതിന്റെ ഉത്തരവുകൾ വഴി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അല്ലെങ്കിൽ കേരളത്തിന് തരുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല എന്ന ഭരണഘടനാ വിഷയമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പിൽ കേരളം ഉന്നയിച്ചത്. പക്ഷെ അതിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ കേസിന്റെ വാദത്തിനിടയിൽ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണെന്നും സംസ്ഥാനത്തിന് എന്തോ ആശങ്കയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയില്ല എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇപ്പോൾ 13,608 കോടി രൂപ വലിയ നേട്ടമായി ഒക്കെ നമ്മൾ ചിത്രീകരിക്കും. നമ്മൾ പോരാടി ഫൈറ്റ് ചെയ്ത് കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു മേടിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഈ ചർച്ചയുടെ ഇൻട്രോയിൽ തന്നെ കൈരളി TV ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആ ക്വാർട്ടറിൽ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 13,608 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുള്ള തടസ്സങ്ങൾ മാറിയിരിക്കുന്നു. അത് തന്നെയാണ് കപിൽ സിബൽ സുപ്രീം കോടതി പറഞ്ഞത്. ആ തടസ്സം എന്തായിരുന്നു സർ? പ്രൊഫസർ റോണി കെ ബേബി, ആ തടസ്സം എന്തായിരുന്നു? ആ തടസ്സമാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. വളരെ സ്വാഭാവികമായ ഒരു സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ്. ഇന്ന് സുപ്രീം കോടതി ഇടപെടലിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ 13,609 കോടി രൂപ എന്നുള്ളത്. ഇത് ഈ സർക്കാരിൻ്റെ ഈ ഒരു സ്റ്റേറ്റിന്റെ ആവശ്യം പരിഗണിച്ച് അത് നേരത്തെ അനുവദിച്ചിരുന്നെങ്കിൽ കേരളത്തിന് കോടതി കയറേണ്ട അവസ്ഥ വരുമായിരുന്നോ? അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? അല്ല, നമ്മുടെ ആവശ്യം ഇതായിരുന്നു. നമ്മുടെ ആവശ്യം എന്താ? കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടണം. ഞാൻ അതിലേക്ക് വരാം. ഈ 13,608 കോടി രൂപയുടെ ഹെഡുകൾ ഒന്ന് പരിശോധിക്കുക. 4 ഹെഡുകളിലായിട്ടാണ് ഈ 13,608 കോടി നമുക്ക് കിട്ടിയത്. ഒന്ന്, വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ച കൂട്ടത്തിൽ കേരളത്തിന് നൽകി 4,866 കോടി രൂപ. ഒന്ന്. 2, കിഫ്ബി എടുത്ത വായ്പ കേരളം പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പൈസ കിഫ്ബി വഴി എടുത്തിൽ ഞങ്ങൾ തിരിച്ചടച്ചിട്ടുണ്ട്, അത് ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കണം, അത് 2,543 കോടി രൂപ. 3, സംസ്ഥാനത്തിന് GDP കണക്കാക്കുന്നതിൽ കേന്ദ്രത്തിന് ചെറിയ പാളിച്ച വന്നു, അതുകൊണ്ട് 1,877 കോടി രൂപ അതിനകത്ത് കുറയ്ക്കണം, അതും സംബന്ധിച്ചു. അടുത്തത്, ട്രഷറി സേവിംഗ് ബാങ്കിലെ നിക്ഷേപം വായ്പയായി പരിഗണിച്ച വകയിൽ വെട്ടിക്കുറവ് വരുത്തിയ 3,322 കോടി രൂപ, അത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കണം. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ അത് ഈ 4 ഹെഡ് കൂട്ടുന്നതിൽ കൃത്യമായി വരുന്ന 13,608 കോടി രൂപ. അത് തന്നെയാണ് കപിൽ സിബൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ 13,608 കോടി രൂപ അത് കുറച്ചാ പറഞ്ഞത്. 11,731 കപിൽ സിബൽ സുപ്രീം കോടതി പറഞ്ഞത്. ഇതിനകത്ത് തർക്കമില്ല, ഇതുമായി കേസിൽ ബന്ധമില്ല. പക്ഷെ കേരളം ഉന്നയിച്ച യഥാർത്ഥ വിഷയം, ആ വിഷയത്തിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി എന്താ, ഒരു റഫറിയുടെ റോളിലാണ് നിൽക്കുന്നത്. സുപ്രീം കോടതി ഒരു വിധിയും നമ്മളിവിടെ ഇപ്പോൾ കൈരളി TV ചർച്ച ചെയ്തതുപോലെ അല്ലെ കേരള സർക്കാർ അല്ലെ കേരളം ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തെ മുക്തിച്ചുകൊണ്ട് നമ്മൾ വലിയ വിജയം നേടി എന്ന് പറയുമ്പോൾ ഇനി നിൽക്കുകയാണ് 13,000 കോടി. കേരളം ആവശ്യപ്പെട്ട് 26,000 കോടിയില്
ശ്രീ റോണി കെ ബേബി, ഇന്ന് സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കടമെടുപ്പിന്റെ കാര്യത്തിൽ ഒരു 15,000 കോടി കൂടെ അനിവാര്യമാണ് എന്ന് കേരളം ആവശ്യം മുന്നോട്ട് വെച്ചു. അതിന്മേൽ ഉടൻ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച 11 മണിക്ക് അത്തരത്തിൽ ചർച്ച നടക്കാൻ പോകുകയാണ്. അപ്പോൾ കേരളത്തിന്റെ ഈ ആങ്സൈറ്റി, കേരളത്തിന്റെ ആശങ്കകൾ സുപ്രീം കോടതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള നിലപാടുകൾ ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്. വെറും 13,000 കോടിയുടെ പ്രശ്നം മാത്രമല്ല ഇത്. ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ പോകേണ്ടതുണ്ട്. ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയിൽ പോയിട്ട് നമുക്ക് എന്ത് വിജയം നേടി? ഇത് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ കേരളത്തിന് കിട്ടേണ്ടതാണ്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ സമ്മർദ്ദം ചെലുത്തി, അവിടെ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേതൃത്വത്തിലൊക്കെ ഇടപെടൽ നടത്തി അങ്ങനെ ഒരു ചർച്ച എന്തുകൊണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടില്ല? അതാണ് ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. മറ്റു പല കാര്യങ്ങളിലും കേന്ദ്രവുമായിട്ട് വളരെ സജീവമായ അന്തർധാനം അല്ല, അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായ ചില നടപടികൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ. ഒന്ന്, പ്രതിപക്ഷത്തിന്റെ സഹായം സംസ്ഥാന സർക്കാർ തേടുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചുകൊണ്ട് അത്തരത്തിലൊരു ചർച്ച മുഖ്യമന്ത്രി നടത്തി. മറ്റൊന്ന്, MP-മാരുടെ യോഗം 2 തവണ വിളിച്ചു ചേർത്തു. നമുക്കൊരു സംയുക്തമായി നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകണം എന്ന് പറഞ്ഞു. ആ നിവേദനത്തിൽ ഒപ്പിടാൻ 2 തവണ, ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ 2 നിവേദനങ്ങളിലും നിങ്ങളെടുത്ത സമീപനം എന്തായിരുന്നു? സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഈ സംസ്ഥാനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനത്തിൽ 2 തവണയും ഇവിടുത്തെ MP-മാർ, നിങ്ങളുടെ MP-മാർ ഒപ്പുവെക്കാൻ തയ്യാറായില്ല. അതൊന്ന്. സംയുക്ത സമരം ആലോചിച്ചു. അപ്പോഴെന്തായിരുന്നു നിലപാട്? ഇത്തരത്തിൽ സർക്കാരിന് വേണ്ടി ദില്ലിയിൽ പോയി സമരം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാടെടുത്തു. കേരളം സമരം നടത്തുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ ഭരിക്കുന്ന കർണാടക അവിടെ സമരം ഇരുന്നില്ലേ ഇത്തരത്തിൽ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ? അപ്പോൾ വളരെ കൃത്യമായി പൊളിറ്റിക്കലായി തന്നെ, നിയമപരമായി നടക്കുന്നത് പോട്ടെ, പൊളിറ്റിക്കലായി തന്നെ ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നോക്കി. നിങ്ങളുടെ സജീവമായ ഇടപെടലും അക്കാര്യത്തിൽ പ്രതിഷേധിച്ചു. പക്ഷേ ഒരു തരത്തിലുള്ള പിന്തുണയും നൽകാൻ നിങ്ങൾ തയ്യാറായില്ല. അപ്പോൾ ഈ സ്വാഭാവികമായി നമുക്ക് കിട്ടേണ്ട ഈ പണം കിട്ടില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലല്ലേ കോടതിയെ സമീപിക്കേണ്ടി വന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമല്ലേ? അന്നും ഇന്നും എന്തും കോൺഗ്രസിന്റെയും UDF-ന്റെയും ഇക്കാര്യത്തെ നിലപാട് എന്നത് ഉറച്ച നിലപാടാണ്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് 10 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അതിൽ ഒരേ ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ അവഗണനയുടെ പേരിൽ ആ റീസൺ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റവന്യൂ ഗ്രാന്റിൽ വന്ന വെട്ടിക്കുറവ്, അതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പാർലമെന്റിൽ, ലോക്സഭയിൽ അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ അത് നിങ്ങളുടെ ലൈബ്രറിയിൽ പരിശോധിക്കാം. കേരളയ്ക്ക് ഇവിടെ ലൈബ്രറിയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ MP-മാർ ലോക്സഭയിൽ ആ വിഷയം ഉന്നയിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര കോടിയുടെ കണക്കായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? 56,000 കോടി, 57,000 കോടിയുടെ കണക്ക് നിയമസഭയിൽ വെച്ചിട്ടുള്ള കണക്കുകൾ അനുസരിച്ചാണ്. നിയമസഭയിൽ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച, അടിയന്തര പ്രമേയ ചർച്ചയിൽ വളരെ കൃത്യമായി സർക്കാർ മുന്നോട്ട് വെച്ച കണക്കുകളാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം.